أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون. 204-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം, നിശ്ചിത ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. എന്നാൽ ആരെങ്കിലും 2 ദിവസങ്ങളിലായി കർമ്മങ്ങൾ നിർവഹിച്ച് ധൃതിപ്പെട്ട് മടങ്ങുന്നുവെങ്കിൽ അയാൾക്ക് കുറ്റമൊന്നുമില്ല. ആരെങ്കിലും പിന്നീട് മടങ്ങുന്നുവെങ്കിൽ അയാൾക്കും കുറ്റമില്ല. ഈ ആനുകൂല്യം സൂക്ഷ്മത കൈക്കൊള്ളുന്നവർക്കാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഒരു നാളിൽ നിങ്ങൾ അവൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണെന്ന് അറിയുക. തഫ്സീറിൽ പറയുന്നു, ഈ ആയത്തിൽ ഏതൊരു നിശ്ചിത ദിവസങ്ങളിലാണോ അള്ളാഹുവിനെ സ്മരിക്കാൻ പ്രത്യേകം കൽപ്പിച്ചിട്ടുള്ളത്, ആ ദിവസങ്ങൾ അയ്യാമു തശ്രീഖ് എന്നാണ് പറയുന്നത്. അതായത് ദുൽഹജ്ജയിലെ 11, 12, 13 തീയതികൾ, മിനായിലെ ദിവസങ്ങൾ. ഇത് 10-ാം തീയതി ആരംഭിച്ച് 13-ാം തീയതി അവസാനിക്കുന്നു. ഫമൻ തഅജ്ജൽ ഫി യൗമൈനി ഫലാ ഇസ്മ അലൈഹി. ആരെങ്കിലും ധൃതി കാണിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ മടങ്ങിപ്പോയാൽ അവൻ്റെ മേൽ പാപമില്ല. വാസ്തവത്തിൽ ദുൽഹജ്ജ 10-ാം തീയതി കഴിഞ്ഞ് കല്ലേറിനായി 3 ദിവസങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ആരെങ്കിലും 2 ദിവസത്തിന് ശേഷം മടങ്ങിപ്പോയാലും അത് അനുവദനീയമാണ്. ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായത്തിൽ അയ്യാമു തശ്രീഖിലെ 3-ാം ദിവസം പ്രഭാത സമയത്ത് മടങ്ങിപ്പോകാവുന്നതാണ്. എന്നാൽ മറ്റ് ചിലർ പറയുന്നത് 2-ാം ദിവസത്തെ കല്ലേറിന് ശേഷം പോകാമെന്നാണ്. വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ലിമനിത്തഖ. ആരെങ്കിലും താമസിച്ച് 3-ാം ദിവസത്തെ കല്ലേറും കഴിഞ്ഞു മടങ്ങിയാൽ അവൻ്റെ മേലും പാപമില്ല. അത് തഖ്വ സ്വീകരിക്കുന്നവർക്കുള്ള വാഗ്ദാനമാണ്. വത്തഖുല്ലാഹ വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ. അല്ലാഹു പറയുന്നു, ഈ ആരാധനാ കർമ്മങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിൽ തഖ്വ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബൈത്തുല്ലാനെ തവാഫ് ചെയ്യുക, ഹജറുൽ അസ്വദിനെ ചുംബിക്കുക, സഫ മർവക്കിടയിൽ ഓടുക, മുസ്ദൽഫയിലും അർഫയിലും മഷ്അറിൽ ഹറാമിലും അള്ളാഹുവിനെ അധികമായി സ്മരിക്കുക, കല്ലേറ് നടത്തുക എന്നിവയെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ദിവസം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടേണ്ടവരാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുകയും അവൻ്റെ മാർഗത്തിൽ കഷ്ടപ്പാടുകൾ സഹിക്കുകയും ത്യാഗങ്ങൾ ചെയ്യുന്നതിൽ പിന്നോട്ട് പോകാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഹാജിറ എന്നിവരെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെയും അനുഗ്രഹിക്കുന്നതാണ്. അപ്രകാരം നിങ്ങളെയും നിങ്ങളുടെ വരും തലമുറയെയും അള്ളാഹു അവൻ്റെ ശാശ്വതമായ സംരക്ഷണത്തിലും തണലിലുമാക്കുന്നതാണ്. അതിനാൽ തഖ്വയെ നിങ്ങളുടെ അടയാളമാക്കുക. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് മറുപടി നൽകാൻ ദൈവസമക്ഷം ഹാജരാകേണ്ടി വരുമെന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഹുസൂർ പറയുന്നു, ഇതോടുകൂടി ഹജ്ജിൻ്റെ നിയമങ്ങൾ അവസാനിക്കുകയാണ്. എന്നാൽ ഈ സ്ഥലത്തേക്ക് പോകുന്നതിലും അവിടെ കറങ്ങുന്നതിലും അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ, ഹിക്മത്ത് എന്താണെന്നുള്ള ചോദ്യം ഉയർന്നേക്കാം. അതിൻ്റെ മറുപടിയായിക്കൊണ്ട് ഹുസൂർ പറയുന്നത്, ഇതിൽ വലിയൊരു തത്വമുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലല്ലദീ ബിബക്ക. അതായത് മനുഷ്യർക്ക് വേണ്ടി ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട വീട് മക്കയിലാണുള്ളത്. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച വീടല്ല, മറിച്ച് ആദം നബിയുടെ കാലം മുതൽക്കേ ഉള്ളതാണ്. കാരണം അള്ളാഹു വുളിയ ലിന്നാസ്, മനുഷ്യർക്കായി നിർമ്മിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടാനാണ് അള്ളാഹു ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ ഹജ്ജിനായി പ്രത്യേക തീയതികൾ നിശ്ചയിക്കപ്പെട്ടത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ദിവസങ്ങളിൽ ഇവിടെ ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടിയിട്ടാണ്. ചുരുക്കത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള വിശുദ്ധരെയും സജ്ജനങ്ങളെയും ഒരിടത്ത് ഒരുമിച്ച് കൂട്ടി ഇസ്ലാമിക ലോകത്ത് സാർവത്രികമായ സാഹോദര്യവും ഐക്യവും വളർത്താനാണ് അള്ളാഹു ഈ ഹജ്ജിലൂടെ, ഈ ആത്മീയ വിരുന്നിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ദേശീയവും പ്രാദേശികവുമായിട്ടുള്ള വിദ്വേഷങ്ങൾ ഇല്ലാതാവുകയും പരസ്പര ബന്ധങ്ങൾ വിപുലമാവുകയും വേണം. ആളുകൾ പരസ്പരം സ്നേഹിക്കണം. ഞാൻ ഇന്ന വർഗ്ഗക്കാരനാണ്, മറ്റൊരു വ്യക്തി മറ്റൊരു വംശക്കാരനാണ് എന്ന ചിന്ത ഇല്ലാതാകണം. മിനായിലെ 3 ദിവസങ്ങൾ
നീക്കിവച്ചിരിക്കുന്നത് ആളുകൾക്ക് അള്ളാഹുവിനെ സ്മരിക്കാനും ആരാധനകളിൽ മുഴുകാനുമുള്ള സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കൂടാതെ അവർക്ക് പരസ്പരം കാണാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും അതിലൂടെ സാധിക്കുന്നു. ഹജ്ജിലൂടെ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നീക്കി ഐക്യം സ്ഥാപിക്കാൻ സാധിക്കും. വിശ്വാസപരമായിട്ടുള്ള വ്യത്യാസങ്ങൾക്കിടയിലും വലിയൊരു സാഹോദര്യം ഇതിലൂടെ സാധ്യമാണ്. ഹജ്ജ് ഒരു ആരാധന എന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് മനുഷ്യർക്ക്, മുസ്ലിങ്ങൾക്ക് ആത്മീയവും സാമൂഹികവും രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ നൽകുന്നതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കാനും പരസ്പരം സ്നേഹവും ഐക്യവും വളർത്താനുള്ള ഏറ്റവും വലിയ കൂട്ടായ്മയാണിത്. നിർഭാഗ്യവശാൽ ഈ ലക്ഷ്യം ഇപ്പോൾ പൂർണ്ണമായും കൈവരിക്കാൻ സാധിക്കുന്നില്ല. ഹുസൂർ പറയുന്നു, ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത്, മക്കയിൽ ഒരുമിച്ച് കൂടുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിൽ പിന്നെ മിന, അറഫ, മുസ്ദൽഫ എന്നീ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യമെന്തായിരുന്നു? നഗരത്തിനകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ശരിയായ രീതിയിലുള്ള സമ്പർക്കം സാധ്യമായെന്ന് വരില്ല. അതുകൊണ്ടാണ് അള്ളാഹു മുസ്ലിങ്ങളോട് തുറന്ന മൈതാനങ്ങളിൽ ഒരുമിച്ച് കൂടാൻ കൽപ്പിച്ചിരിക്കുന്നത്. അവിടെ ആളുകൾക്ക് എളുപ്പത്തിൽ പരസ്പരം കാണാനും സംസാരിക്കാനും സാധിക്കും. മൈതാനങ്ങൾ വിശാലമായതിനാൽ ആർക്കും എവിടെയും ആരെയും കാണാം. കൂടാതെ മിന, അറഫ, മുസ്ദൽഫ എന്നീ സ്ഥലങ്ങളിലെ യാത്രയ്ക്ക് മറ്റൊരു ആത്മീയമാനവുമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രിയതമയായ ഹാജിറയെയും മകൻ ഇസ്മായിലിനെയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വിജനമായ മരുഭൂമിയിൽ വിടാൻ വേണ്ടി അറഫയിലെ പാതയിലൂടെയാണ് യാത്ര ചെയ്തെത്തിയത്. അറഫ അള്ളാഹുവിൻ്റെ പ്രകാശം വെളിപ്പെട്ടൊരു സ്ഥലമാണ്. മുസ്ദൽഫ ആ ത്യാഗത്തിന് പകരമായി അള്ളാഹു പദവികൾ ഉയർത്തുമെന്ന് വാഗ്ദാനം ചെയ്ത സ്ഥലമാണ്. ഹാജിറ റളിയല്ലാഹു തആല അൻഹ പരിഭ്രാന്തയായ സ്ഥലമാണ് മിന. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അവിടെ വിട്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ അവർ ചോദിച്ചു, ദൈവകൽപ്പന പ്രകാരമാണോ താങ്കൾ ഞങ്ങളെ വിട്ടുപോകുന്നത്? അവിടുന്ന് അതേ എന്ന് മറുപടി നൽകിയപ്പോൾ അവർ പറഞ്ഞു, എങ്കിൽ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ആ വലിയ വിശ്വാസത്തിൻ്റെ സ്മരണ പുതുക്കലാണ് ഈ യാത്രകൾ. അതുകൊണ്ടാണ് അവിടെ ശൈത്താനെ കല്ലെറിയുന്ന കർമ്മം നിർവഹിക്കുന്നത്. കാബയുടെ ബഹുമാനവും ആദരവും ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുക എന്നതാണ് അതിൻ്റെ മറ്റൊരു ലക്ഷ്യം. അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ ഹൃദയങ്ങളിൽ സൂക്ഷിക്കണം. ലോകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട്. ചിലരുടെ ചിന്തകൾ കേവലം ബാഹ്യരൂപങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണ്. അത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ മഹത്വം ഓർമ്മിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള അടയാളങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഹുസൂർ പറയുന്നു, ഹജ്ജ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കുടുംബത്തെ, അതായത് ഹാജിറയെയും ഇസ്മായിലിനെയും ബൈത്തുള്ളാഹിന് സമീപം സസ്യലതാദികളില്ലാത്ത ഒരു താഴ്വാരയിൽ തികച്ചും നിസ്സഹായ അവസ്ഥയിൽ ഉപേക്ഷിച്ചു പോയ ആ മഹത്തായ ത്യാഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഒരു മനുഷ്യൻ ഹജ്ജിനായി പോകുമ്പോൾ ദൈവത്തിനു വേണ്ടി ത്യാഗം ചെയ്യുന്നവർ എങ്ങനെ സുരക്ഷിതനാകുന്നുവെന്നും അള്ളാഹു അവർക്ക് എങ്ങനെ അസാധാരണമായ ആദരവ് നൽകുന്നുവെന്നുമുള്ള ചിത്രം അവൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ വരുന്നു. ഇത് ഹജ്ജ് ചെയ്യുന്നവൻ്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുകയും അവൻ്റെ വ്യക്തിത്വത്തിൽ പുരോഗതി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ തുടക്കം മുതൽക്കേ ദൈവസ്മരണക്കായി നിർമ്മിക്കപ്പെട്ട ആ വീട്ടിലെത്തുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു ആത്മീയ ശൃംഖലയിൽ താൻ കോർക്കപ്പെട്ടിരിക്കുകയാണ് എന്നവൻ അനുഭവിക്കുന്നു. അതായത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആ ബന്ധം, അത് പുതിയതായാലും പഴയതായാലും ബൈത്തുള്ളായെ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വവും ജലാലും ദർശിക്കുമ്പോൾ ആ ചിത്രം മനുഷ്യൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ വരുന്നു. അള്ളാഹു എങ്ങനെയാണ് അസാധാരണമായ രീതിയിൽ നാലുപാടുകളിൽ നിന്നും ആളുകളെ ഈ വീടിന് ചുറ്റും ഒരുമിച്ച് കൂട്ടിയത് എന്ന് അവൻ തിരിച്ചറിയുന്നു. ഒരു മനുഷ്യൻ ബൈത്തുള്ളായെ കാണുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ പ്രത്യേകമായൊരു സ്വാധീനമുണ്ടാകുകയും അത് പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന ഒരു അത്ഭുത നിമിഷമായി മാറുകയും ചെയ്യുന്നു. വാഹൃദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.